വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കൊട്ടിക്കുറുപ്പിന്റെ MD ജെ സജീവ് കൊട്ടിക്കുറുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും കേരളം നടപ്പിലാക്കാൻ പോകുന്ന ചില പുതിയ പദ്ധതികളെ കുറിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പത്രസമ്മേളനം ചില തീരുമാനം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കർഷകരിൽ നിന്ന് ന്യായമായ വില നൽകി പരമാവധി പച്ചക്കറി ശേഖരിക്കുകയും അത് മിതമായ വിലയിൽ പൊതുജനങ്ങൾക്ക് വിപണനം ചെയ്യുക എന്നുള്ളതാണ് കൊട്ടിക്കുറുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനാണ് ഇങ്ങനെ പത്രസമ്മേളനം ചേർന്നത്. കർഷകരിൽ നിന്ന് പരമാവധി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനും അവ വിതരണം ചെയ്യുന്നതിനും സമയബന്ധിതമായി കർഷകർക്ക് ആ പണം നൽകുന്നതിനും കൊട്ടിക്കുറുപ്പ് നേരിട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് നേരിട്ട് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ സ്വീകരിക്കുന്നതിന് അതൊന്നും പ്ലാൻ ചെയ്ത് വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ ഒരു ക്രമീകരണം കൊട്ടിക്കുറുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് 1 ലക്ഷം വരുന്ന കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുവാൻ കൊട്ടിക്കുറുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഫാൻ ക്ലബ്ബ് എന്ന പേരിൽ കേരളത്തിലെ 14 ജില്ലകളിലെയും എല്ലാ കൃഷിഭവൻ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കർഷകരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ ലഭ്യമാകുന്ന സമയം ഏതാണെന്നും അതിൽ എത്രത്തോളം അളവ് കൊട്ടിക്കുറുപ്പിലേക്ക് തരാൻ ഈ കർഷകർ സന്നദ്ധമാണെന്നും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി അവർ പറയുന്ന സമയത്ത് പറയുന്ന ഇടങ്ങളിൽ പോയി അത് ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫാൻ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അളവ് ഓരോ ഉൽപ്പന്നങ്ങളും ഏതെല്ലാം മാസങ്ങളിൽ സമയങ്ങളിൽ കൊട്ടിക്കുറുപ്പ് ശേഖരിക്കേണ്ടി വരുമെന്നൊരു മുൻധാരണ എത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാനും കേരളത്തിലെമ്പാടും അത് വിതരണം ചെയ്യാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഒരു മുൻധാരണ എത്താൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വളരെ സമയബന്ധിതമായി തന്നെ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുകൂടി ചെയ്താൽ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന്റെ ഭാഗമായി അവർക്ക് ലഭ്യമാകേണ്ട വില സമയബന്ധിതമായി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് കണ്ണൂർ ജില്ല അടക്കമുള്ള ജില്ലകൾ എടുത്ത് അതിന്റെ പ്രവർത്തനം നടത്തുന്നപ്പോൾ വളരെ സന്തോഷകരമായ അനുഭവമാണ് കർഷകരോടൊപ്പം തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കേരളം മുഴുവൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി 14 ജില്ലകളിലെയും കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ ചേർന്ന് കഴിഞ്ഞ് അതിന്റെ രൂപീകരണ ഘട്ടത്തിലാണ്. ഇപ്പോൾ കൊട്ടിക്കുറുപ്പിലേക്ക് ഈ പച്ചക്കറി തരാൻ സന്നദ്ധമായി വരുന്ന ഒരുപാട് കർഷകർ മുന്നോട്ട് വരുന്ന സന്തോഷകരമായ കാര്യങ്ങളാണ്. ഇങ്ങനെ സംഭരിക്കുന്ന പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും പരമാവധി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇതിന്റെ വിതരണ ശൃംഖല വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെമ്പാടും ഗ്രാമശ്രീ കോട്ടി സ്റ്റോർ എന്ന പേരിൽ 1000 സ്റ്റോറുകൾ ആരംഭിക്കാനുള്ള പദ്ധതിയാണ് കൊട്ടിക്കുറുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിലൂടെ പഴവും സംഭരിക്കുന്ന പച്ചക്കറികളും പഴവും മാത്രമല്ല, പ്രവർത്തനങ്ങളും മാത്രമല്ല, കേരളത്തിലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംരംഭകർ, കുടുംബശ്രീ പ്രവർത്തകരെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാല്യൂ ആഡ് പ്രൊഡക്ട്സ് അടക്കം അവർ ഉൽപ്പന്നങ്ങൾ അടക്കം വിതരണം ചെയ്യുന്ന ഒരു കോട്ടി സ്റ്റോർ പഴം പച്ചക്കറികൾക്ക് പുറമെ തന്നെ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാൻ കഴിയാവുന്ന ഒരു ഗ്രാമശ്രീ കോട്ടി സ്റ്റോർ 1000 എണ്ണം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. ഏപ്രിൽ 30-നകം ഇതിന്റെ ഫ്രാഞ്ചൈസി വ്യവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കോട്ടി സ്റ്റോറുകൾ ആരംഭിക്കുന്നത്. അതിന്റെ അപേക്ഷകൾ ഏപ്രിൽ 30-നകം സ്വീകരിക്കുവാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുപോലെ നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ കേരളത്തിൽ ഒരുപാട് നഴ്സറികൾ പ്രവർത്തിക്കുന്നു. അത്തരം നഴ്സറികളുമായി നിയമപരമായി പ്രവർത്തിക്കുന്ന നഴ്സറികളുമായി കൃഷി വകുപ്പിന്റെ അംഗീകാരമുള്ള നഴ്സറികളുമായി കൊട്ടിക്കുറുപ്പ് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടൻ ഫലവൃക്ഷ തൈകൾ പരമാവധി മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ അത്തരത്തിലുള്ള ഒരു അഗ്രോ നഴ്സറി കൂടി ആരംഭിക്കാൻ കൊട്ടിക്കുറുപ്പ് ആരംഭിക്കുകയാണ്. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള തൈകളുടെ വില പല പ്രദേശങ്ങളിലും പല വിലയാണ്. അപ്പൊ അത്തരത്തിൽ വില ഒന്ന് നിയന്ത്രിക്കാനും ഏകീകരിക്കാനും അതോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഗുണനിലവാരമുള്ള തൈകൾ കുറഞ്ഞ വിലയ്ക്ക് മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യത്തക്ക നിലയിലുള്ള അഗ്രോ നഴ്സറികൾ നിയമപരമായി പ്രവർത്തിക്കുന്ന നഴ്സറികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംയോജിത പദ്ധതിയായി കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ഈ ഫാൻ ക്ലബ്ബ് രൂപീകരണവും ഒപ്പം തന്നെയുള്ള ഗ്രാമശ്രീ കൊട്ടിസ്റ്റുള്ള പ്രവർത്തനങ്ങളും
അഗ്രോന്വേഷണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് ഹോർട്ടികോർപ്പ് മുന്നിട്ടിറങ്ങുന്നത്. തീർച്ചയായും ഇത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇത്തരത്തിൽ ഒരു പുതിയ അനുഭവമാണിത്. ആ മേഖലയിലുള്ള പുതിയ പദ്ധതികളിലേക്ക് പോകാൻ ഹോർട്ടികോർപ്പ് തയ്യാറെടുക്കുകയാണ്. അതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ഒരു സമ്മേളനത്തിലൂടെ ഇത് സമൂഹത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രൂപീകരിച്ചതിനു ശേഷം നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി കർഷകർക്ക് ലഭ്യമാകേണ്ട തുക, ഹോർട്ടികോർപ്പ് സംഭരിച്ച കാർഷിക ഉൽപ്പന്നത്തിന് കർഷകർക്ക് കൊടുക്കേണ്ട തുക 2024 ഡിസംബർ മാസം വരെയുള്ളതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാർച്ച് 31 മുമ്പായി ജനുവരി ഫെബ്രുവരി കൂടി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഹോർട്ടികോർപ്പ്. നേരത്തെയുള്ള ഏത് യോഗങ്ങൾ ചേരുന്ന അവസരത്തിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നത് കർഷകർക്കുള്ള കുടിശ്ശിയെക്കുറിച്ചായിരുന്നു. ആ കുടിശ്ശിയെല്ലാം സമയബന്ധിതമായി കൊടുത്തു തീർക്കാനും ഈ ഓണക്കാലത്തടക്കം കർഷകർ സംഭരിച്ച എല്ലാ ഉൽപ്പന്നത്തിന്റെയും വില ഈ ഡിസംബർ മാസം 2020 ഡിസംബർ വരെയുള്ള പരിപൂർണമായി കൊടുത്തു കഴിഞ്ഞു. ജനുവരി ഫെബ്രുവരി മാസം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഹോർട്ടികോർപ്പ്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഹോർട്ടികോർപ്പ് ചെയർമാനും എം ഡിയും പങ്കെടുക്കുന്ന ഒരു പത്രസമ്മേളനം ചേരുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. കേരളത്തിന്റെ കാർഷിക മേഖലയിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വന്നുചേർന്ന എല്ലാവരോടും ഹോർട്ടികോർപ്പിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.